ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദക്ഷയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതായത് കമൻസിൽ നിങ്ങൾ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ വ്യക്തികളുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ അടുത്തായിട്ട് എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയില്ല, നമ്മൾ സ്പ്രെഡ് എടുക്കുമ്പോഴേ ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്പ്രെഡായിരിക്കും, അല്ലെങ്കിൽ ആർക്കൊക്കെ അത് റെസനേറ്റ് ആവും എന്ന് നമുക്കറിയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ചിലവരെല്ലാം കമൻസിലും അതുപോലെ വാട്സപ്പിലൊക്കെ അന്വേഷിച്ചിരുന്നു, ഞാൻ ടാരറ്റ് റീഡിങ്ങിൻ്റെ ക്ലാസ്സസ് എടുക്കുന്നുണ്ടോ, ആരെങ്കിലുമൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ ഓൺലൈനായിട്ടെന്ന്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പോൾ എനിക്ക് അതിനുള്ള ഒരു സമയമൊന്നുമില്ല. അപ്പോൾ എപ്പോഴെങ്കിലും അതിനുള്ളൊരു അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോയിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കാം. ഇപ്പം ഞാൻ ക്ലാസ്സസ് ഒന്നും എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഇതൊരു ജനറൽ വീഡിയോ ആണ്, അതേപോലെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങളിതെപ്പോൾ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്കിത് റെസനേറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന ഒരു വീഡിയോ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു സ്പ്രെഡ് ആയിരിക്കണം നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കുക. നിങ്ങളുടെ വ്യക്തിയുടെ ഫേസ് ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ ഒരു മിറാക്കിൾ നടക്കുമോ എന്ന് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ്. അപ്പോൾ ഇത് നമ്മൾ ഷഫിൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ രീതി എന്ന് പറയുന്നത് തന്നെ ഒരു പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നുള്ളൊരു രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഉറപ്പായിട്ടും പറയാൻ പറ്റും, നിങ്ങളും അതായത് നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്നൊരു സമയത്ത് വളരെയധികം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ, വളരെയധികം നല്ല ഹാർമണിയിൽ പോയിരുന്ന രണ്ട് വ്യക്തികളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ അത്രയും ജോയിൻ്റ് ആയിട്ടുള്ള വ്യക്തികളായിരുന്നു. നിങ്ങൾ പരസ്പരം ഇതിൽ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കഴിയില്ല എന്ന് വിചാരിച്ചിട്ടുള്ള അത്രയും ക്ലോസ് ആയിട്ടുള്ള, ചിലപ്പോൾ ഒരുപാട് വർഷത്തെ ബന്ധം ഉള്ള ഒരു വ്യക്തികളായിരിക്കും. ഇത് വളരെ കുറച്ച് നാൾ മാത്രം ഇഷ്ടപ്പെട്ട രണ്ട് വ്യക്തികളായിട്ട് തോന്നുന്നില്ല, ഒരുപാട് നാളത്തെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളായിട്ടുണ്ട് ആ വ്യക്തിക്ക്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് കേട്ടോ ഇത് കൂടുതൽ റെസനേറ്റ് ചെയ്യുക. കാരണം അങ്ങനെയാണ് ഈ സ്പ്രെഡ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് തന്നെ ടവർ കാർഡാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അത്രയും ഹാർമണിയിലിരിക്കുമ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു തകർച്ച. ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അകന്നു പോയാൽ പോലും ഇങ്ങനെ നിങ്ങൾ പോകുന്നു നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ആ ഒരു രീതിയിലുള്ളൊരു ഡിസ്ട്രക്ഷനാണ് ഇവിടുത്തെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ളത്. കാരണം ഇവിടെ നമുക്ക് ഫസ്റ്റ് റോയിൽ കിട്ടിയിരിക്കുന്ന ടവർ കഴിഞ്ഞ് സ്ട്രെങ്ത്, അതുപോലെ 5 ഓഫ് സോർഡ്സ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, 5 ഓഫ് വൺസ്. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ് മൊത്തം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ഒരേ മനസ്സ് എന്ന് പറയുന്ന പോലെ പോയിരുന്ന രണ്ട് പേരിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് അയാളുടെ ഒരു ക്യാരക്ടർ ചേഞ്ച് അവിടെ വരികയാണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. അതായത് ഈ വ്യക്തിക്ക് ഇങ്ങനെ മാറാൻ കഴിയുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. ഒരിക്കലും അവരിങ്ങനെ പെട്ടെന്ന് അവരുടെ ഒരു സ്വഭാവം ഓന്ത് നിറം മാറുന്ന പോലെ മാറുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. അതേപോലത്തെ ഒരു എനർജിയാണ് ഇവിടെ ആ പേഴ്സൻ്റെ പാസ്റ്റ് ലൈഫ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ഇവിടെ എന്തോ ഒരു ഇൻസിഡൻറ്റ് വന്നപ്പോൾ നിങ്ങൾ അത്രയും സ്നേഹത്തോടെ, ചിലപ്പോൾ നിങ്ങൾ എന്താ പറയുക, ചക്കരയെ മുത്തേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഈ വ്യക്തികൾ പെട്ടെന്ന് തന്നെ അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു കാര്യം നോക്കി പോയി എന്നുള്ളതാണ് കാണുന്നത്. അതായത് അവർ ആ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങളാണ് ഈ ലോകത്തിലൊക്കെ വെച്ച് അവർക്ക് ഏറ്റവും വലുത്, നിങ്ങളോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഒരു കാര്യം വന്നപ്പോൾ അവരുടെ ഭാഗത്തേക്ക് അവരുടെ സേഫ് സൈഡ് നോക്കി പോയി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അതായത് ഇവിടുത്തെ 5 ഓഫ് വൺസ് കാർഡിൻ്റെ എനർജി പറഞ്ഞു തരുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് വേറെയും ആവശ്യക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു പക്ഷേ അവരുടെ ഫാമിലിയിലേക്കായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം, എന്താണെങ്കിലും അവർക്ക് വളരെ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ചിലപ്പോൾ വേറെ പല ആളുകളും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും അതിൽ നിന്ന് പിന്മാറാനായിട്ട് അവരെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്ത് കാണും. അപ്പോൾ ഇതിന് മുൻപ് പല അവസരങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടും അവർ പറയുന്നതൊന്നും കേൾക്കാതെ നിങ്ങളെ തന്നെ വിശ്വസിച്ച്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ മതി എന്ന് വിചാരിച്ച് നിന്നിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവരിലുള്ളൊരു ട്രസ്റ്റ് വളരെ കൂടുതലാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്രയും നിങ്ങൾ അവരെ വിശ്വസിച്ചിട്ടുണ്ട്. കാരണം ഇതിനു മുൻപും ഇങ്ങനെ പോകേണ്ടിയിരുന്ന സിറ്റുവേഷൻസ് വന്നപ്പോൾ ഇവർ നിങ്ങളെ വിട്ടു പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇനിയൊരു സാഹചര്യം വന്നാൽ ഒരിക്കലും ഇവർ പോവില്ല എന്ന് തന്നെയാണ് നിങ്ങൾ കരുതിയിട്ടുണ്ടാവുക.
അപ്പോൾ അത്രയും ട്രസ്റ്റ് ചെയ്ത് നിന്ന വ്യക്തികളുടെ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് ഉള്ള ഒരു സഡൻ ചേഞ്ച്, ഒരു എന്താ പറയുക, ഒരു നിറമാറ്റം നിങ്ങളെ ആകെ തളർത്തി കളഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിൽ വന്നിരിക്കുന്ന 5 ഓഫ് സോഡ്സും അതേപോലെ തന്നെ 5 ഓഫ് വാൺസ് രണ്ടും 5th പൊസിഷനുള്ള കാർഡ്സുമാണ്. അപ്പോൾ ഇത് രണ്ടും പറഞ്ഞു തരുന്നത് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു എൻഡിങ് പീരീഡ് അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് തീരുന്ന ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഒരുപാട് കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ ഡിസഗ്രിമെൻറ്റ്സ്, ആർഗ്യുമെൻറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ വ്യക്തി അപ്പോൾ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് ഇവർക്ക് തീർത്തും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലവർ ഇതിന് കൂടുതൽ നിങ്ങൾക്ക് മുഖം തരാതെ പെട്ടെന്ന് പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ വേറെ ചില ആളുകൾ ഇതിൽ അവർക്ക് രക്ഷപ്പെടാനായിട്ട് ഇത് നിങ്ങളുടെ പ്രശ്നമാണെന്ന് പറഞ്ഞും പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു സ്ട്രെങ്ത് കാർഡിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വളരെ സെൽഫ് റെസ്പെക്റ്റും അതുപോലെ തന്നെ പെട്ടെന്ന് അങ്ങനെ ആരുടെ മുമ്പിൽ തലകുനിക്കുന്നൊരു പ്രകൃതമുള്ള വ്യക്തികളായിരിക്കില്ല. പക്ഷെ ഇത്രയും നിങ്ങൾ ഒന്ന് മാനസികമായിട്ട് അത്രയും അടിയിൽ പോകുന്ന ഈ ഒരു ഇൻസിഡൻറ്റ് വന്നപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈഗോ ഉള്ള വ്യക്തികളാണെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ ചിലപ്പോൾ ഇവരോട് പോകല്ലേ എന്ന് പറയുക, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ അപേക്ഷിച്ചിട്ട് പോലും ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കി അത്രയും നിങ്ങൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി ഒരുപാട് അടിപിടി, അല്ലെങ്കിൽ അത്രയും ഒരു ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡിൻ്റെ ആയിരിക്കാം, അത്രയും മനസ്സ് എന്താ പറയുക ആകെ ചവിട്ടി അരച്ച പോലെ ആക്കി കളഞ്ഞിട്ടായിരിക്കണം ഈ വ്യക്തി പോയിട്ടുണ്ടാവുക. അതിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവരിലുള്ള നിങ്ങൾക്കുള്ള വിശ്വാസമാണ്. കാരണം നിങ്ങളുടെ പാസ്റ്റ് അങ്ങനെയായിരുന്നു. നിങ്ങൾ അത്രയും ഒരേ മനസ്സോടെ കഴിഞ്ഞിരുന്ന പോലത്തെ വ്യക്തികളാണ്. ഇതിനു മുൻപ് പലരും നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചിട്ടും ഈ വ്യക്തി നിങ്ങളുടെ കൂടെ തന്നെ നിന്നിരുന്നു. അപ്പോൾ അതാണ് നിങ്ങൾക്കുള്ള ഒരു ഓവർ കോൺഫിഡൻസിൻ്റെ കാര്യം എന്ന് വേണം നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു ക്ലൂസൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ലൈഫുമായിട്ട് ഇത് റെസനേറ്റ് ആണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് തീർച്ചയായിട്ടും ഈ ഒരു സ്പ്രെഡ് എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു എനർജി ആയിരിക്കണം ഇതിലകത്ത് കൂടുതൽ കാണുക. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് റോയിൽ വന്നിരിക്കുന്ന ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഹെയറോഫോൺ കാർഡാണ്. ഇവിടെയുള്ള ഇപ്പോൾ നിങ്ങളുടെ ഉള്ള എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്പിരിച്വൽ വേയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് സ്റ്റിക്ക് ഓൺ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൽ നിന്ന് വിട്ടു പോയിട്ടില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഇത്രയും ഹേർട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്താ പറയുക ഓർക്കാപ്പുറത്തൊരു അടി എന്ന് പറയുന്ന പോലെ തന്നിട്ട് പോയിട്ടുള്ളതാണെങ്കിൽ കൂടിയും നിങ്ങൾക്കിത് വിട്ട് കളയാൻ കഴിയില്ല. നിങ്ങൾ ഇതിൽ തന്നെയാണുള്ളത്. നിങ്ങളതിന് വേണ്ടിയിട്ട് അതാണ് ആ സ്പിരിച്വൽ വേയുടെ കാർഡും അവിടെ തന്നെ വരാൻ കാര്യം. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഈ ഒരു റോയിനകത്ത് ഇപ്പോൾ ഒരു 2 ടൈപ്പുള്ളൊരു എനർജീസും വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലവരുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനുമായിട്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് ഒക്കെ വന്നിട്ടുള്ളതെങ്കിൽ ഇതിൽ കുറച്ച് പേരുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ള സ്ഥലം എവിടെയാണോ അല്ലെങ്കിൽ ഇപ്പോൾ അവരെന്താണോ ചെയ്യുന്നത് അവിടെയായിട്ട് അവർ കമ്മിറ്റഡ് ആണെന്നുള്ളതാണ്. അതായത് ഈ വ്യക്തികൾ നിങ്ങളിലേക്ക് വരില്ല എന്നല്ല, പക്ഷേ ഇപ്പോൾ അവരുടെ മനസ്സിൽ എന്താണോ ചെയ്യുന്നത്, ചിലപ്പോൾ കരിയർ ആയിരിക്കും, അല്ലെങ്കിൽ അവരവിടെ നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികളായിരിക്കും, അവർക്ക് അടുപ്പമുള്ള ആളുകളായിരിക്കും. അപ്പോൾ അതിലാണ് അവർ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ആ ഒരു സ്ഥലവുമായിട്ട് അവരവിടെ വളരെയധികം കമ്മിറ്റഡ് ആയിട്ട് അതിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുക. അതുപോലെ തന്നെ പിന്നെ ഈ ജഡ്ജ്മെൻറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ തോന്നലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് 100% കൊടുത്തിട്ടുണ്ട്. നിങ്ങളിവിടെ തെറ്റ് ചെയ്തിട്ടില്ല. ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഈ വ്യക്തിയാണ് നിങ്ങളെ ഇത്രയും അധികം അടുപ്പിച്ചതും നിങ്ങളെ ഈ റിലേഷൻഷിപ്പിൽ തളച്ചിട്ട് പോയി കളഞ്ഞതും രണ്ടും ഇവർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തൊരു നീതിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ദൈവം ഒരു നീതി തരുമെന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നിങ്ങളൊരു സ്പിരിച്വൽ വേയിലാണ് ഇപ്പോൾ ഉള്ളതെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവവിശ്വാസത്തോടു കൂടി ഇവർ വരും, നിങ്ങൾക്കൊരു നീതി ലഭിക്കും, ദൈവത്തിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാവും. കാരണം ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ 10 ഓഫ് സോഡ്സിൻ്റെ എനർജി ഉണ്ട്. കാരണം അത്രയും നിങ്ങൾ പെയിൻഫുള്ളാണ്, അത്രയും നിങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്ത് പോയിട്ടുള്ള ഒരു എനർജിയാണ്, നിങ്ങൾ എത്രത്തോളം അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ അതിനിടയിലും നിങ്ങൾ ഒരു എന്താ പറയുക 50-50 എന്നുള്ളത് പോലെ തന്നെ നിങ്ങളുടെ പെയിൻഫുള്ളായിട്ടുള്ള അവസ്ഥയുടെ ഇടയിൽ കൂടിയും നിങ്ങൾ ഇതിനകത്തൊരു പോസിറ്റിവിറ്റി സമർപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കുന്നു. എന്നെങ്കിലും നിങ്ങൾക്കൊരു നീതി കിട്ടും. നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ടുള്ളവർ അതിൻ്റെ ഒരു കാഠിന്യം മനസ്സിലാക്കി തിരിച്ചു വരുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ റോയിലെ ലാസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 6 ഓഫ് വാൻഡ്സിൻ്റെ കാർഡാണ്. അതായത് കുറച്ച് പേഴ്സൺസ്, അതായത് നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തികളിലെ
അവരുടെ കുറച്ച് പാർട്ട്നേഴ്സ് തീർച്ചയായിട്ടും റീകൺസിലിയേഷന് ഈ സമയത്ത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമുക്ക് ഈ രണ്ടാമത്തെ റോ എടുത്തപ്പോൾ 2 ടൈപ്പുള്ള വ്യക്തികളെ നമുക്കിവിടെ കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ ഉള്ള സ്ഥലത്ത് കമ്മിറ്റഡായിട്ട് നിൽക്കുന്ന വ്യക്തികളെ നമ്മളിവിടെ കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള മൈൻഡുള്ള റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ. തീർച്ചയായിട്ടും ഉറപ്പായിട്ടൊരു റീകൺസിലിയേഷൻ സാധിക്കും എന്ന് വിചാരിച്ച് ആ ഫ്യൂച്ചറിലേക്ക് പോകുന്ന വ്യക്തികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് അതിനവിടെ ചേഞ്ച് വരുന്നില്ല, അതിവിടെ പെർമനൻറ്റ് തന്നെയാണ്. അതായത് ആ ഒരു സ്പിരിച്വൽ വേയും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു നീതി കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ദൈവത്തിൻ്റെ സപ്പോർട്ട്, നിങ്ങൾ ആ യൂണിവേഴ്സിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, നിങ്ങളെ യൂണിവേഴ്സ് എങ്കിലും രക്ഷിക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നിങ്ങളുടെ എനർജി അവിടെ പെർമനൻ്റ് ആണ്. നിങ്ങളിതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുമില്ല. അതാണ് എനിക്കിപ്പോൾ ഈ ഒരു സ്പ്രെഡ് നോക്കുമ്പോൾ നിങ്ങളുടെ എനർജിയിൽ കിട്ടുന്നത് കേട്ടോ. പക്ഷേ നിങ്ങളുടെ പേഴ്സൺസ് എന്ന് പറയുമ്പോൾ 2 കാറ്റഗറിയിലുള്ള വ്യക്തികൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഓൾറെഡി അവിടെ നിൽക്കുമ്പോൾ അവരിപ്പോൾ ഉള്ള സാഹചര്യത്തിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന വ്യക്തികൾ, അതായത് അവർ വരില്ല എന്നല്ല പറയുന്നത്, പക്ഷേ അവരുടെ ഇപ്പോഴുള്ള മൈൻഡ്, പ്രസൻ്റാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴുള്ള മൈൻഡിൽ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഓടി വരണം എന്നില്ല. അവർ വേറെ പല കാര്യങ്ങളിലുമാണ് ഫോക്കസ്ഡ്. പക്ഷേ ചിലവർ തീർച്ചയായിട്ടും ഇതിനകത്തൊരു വിക്ടറി പ്രതീക്ഷിച്ച് വരാനായിട്ട്, നിങ്ങളുടെ അടുത്തേക്ക് റീകൺസിലിയേഷൻ വരാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. ചിലപ്പോൾ ഉടനടി വന്നെന്നും ഇരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ഡെക്കിൻ്റെ ഫസ്റ്റ് കാർഡ് എന്ന് പറയുമ്പോൾ 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അതിപ്പോൾ 10 ഓഫ് കപ്സ് ആയാലും 7 ഓഫ് പെൻറ്റക്കിൾസ്, ജസ്റ്റിസ്, സൺ, ഇതിലേത് തന്നെ ആയിക്കഴിഞ്ഞാലും ഒരുപാട് പോസിറ്റിവിറ്റീസ് ഉള്ള കാർഡുകളാണ്. റീകൺസിലിയേഷൻസ് പോസിബിൾ ആയിട്ടുള്ള കാർഡുകൾ തന്നെയാണ്. സൺ കാർഡ് അത്രയും പോസിറ്റിവിറ്റി തരുന്നൊരു കാർഡാണ്. മാത്രമല്ല നമുക്ക് റൈഡർ വെയ്റ്റിൻ്റെ ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് സണ്ണാണ്. ഡബിൾ കൺഫർമേഷനായിട്ട് നമുക്ക് സൺ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൽ ഒരു ജസ്റ്റിസ് കിട്ടുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് എന്താ പറയുക, ഇപ്പോൾ ജസ്റ്റിസ് കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഡെക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആ ഒരു ലേഡിയുടെ റിഫ്ലക്ഷൻ തന്നെയാണ് അവിടെ കാണുന്നത്. അതായത് ജസ്റ്റിസ് കാർഡ് പറയുന്നത് നിങ്ങളുടെ കർമ്മ എന്താണോ അതാണ് നിങ്ങളെ റിഫ്ലക്റ്റ് ചെയ്ത് കാണുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തിയുടെ മൈൻഡ് നമ്മൾ പറഞ്ഞപ്പോൾ 2 സെറ്റ് മൈൻഡുള്ള ആൾക്കാരെ നമ്മളവിടെ കണ്ടതുപോലെ തന്നെയാണ് നമുക്കിവിടെയും ഈ ഒരു മിറാക്കിളിന് വേണ്ടിയിട്ടും കാണാൻ സാധിക്കുന്നത്. കാരണം കൂടുതലും, അതായത് ഒരു 80% ഒരു റീകൺസിലിയേഷൻ ഉടനടി പോസിബിൾ ആകുന്ന വളരെയധികം പോസിറ്റിവിറ്റി ആയിട്ടുള്ള കാർഡുകളാണ്. അതായത് 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോഴും അത് തന്നെയാണ്. റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റിസൾട്ടിന് വേണ്ടി നല്ല പേഷ്യൻസ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു പോസിറ്റീവ് റിസൾട്ട് തന്നെ വരും എന്നുള്ളതാണ്. 10 ഓഫ് കപ്സും അത് തന്നെയാണ്, ഫുൾഫിൽമെൻ്റ് ആണ്. സൺ കാർഡും പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ആ ഒരു എനർജീസ് തന്നെയാണ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ ജസ്റ്റിസും അതേപോലെ 4 ഓഫ് സോഡ്സിൻ്റെ എനർജി നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാവരുടെയും കർമാസ് ഒരേപോലെയല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പം ഞാൻ പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ മിക്കവരുടെയും സെയിം ആയിരിക്കാം ചിലപ്പോൾ ഇതുമായിട്ട് റെസണേറ്റ് ചെയ്ത് വരുന്നത്. പക്ഷേ കർമാസ് പലവരുടെയും പലതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഓൾറെഡി ആ ഒരു സിറ്റുവേഷൻസൊക്കെ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ അതുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന, നിങ്ങളുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലത്തെ നിങ്ങളുടെ പ്രസൻറ്റുമായിട്ടും ഒക്കെ റെസണേറ്റ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 80% ആൾക്കാർക്കും ഇവരുടെ വ്യക്തി ഫ്യൂച്ചറിലേക്ക് ഇവരിലേക്ക് തിരിച്ചു വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ അവർ നിങ്ങളിലേക്കുള്ളൊരു മടങ്ങി വരവ് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. പക്ഷേ ഇവിടെ ജസ്റ്റിസും അതേപോലെ തന്നെ 4 ഓഫ് സോഡ്സും അതുപോലെ തന്നെ ഈ ഡെക്കിൻ്റെ ഒരു ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ബാക്കിയുള്ളൊരു ശതമാനം, അതായത് ആ ഒരു 20% ആൾക്കാരുടേത് എനിക്കൊരു ഹീലിംഗ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം ഇവരുടെ പേഴ്സൺസിൻ്റെ മടങ്ങി വരവിനേക്കാൾ ഉപരിയായിട്ട് ഇവർ തനിയെ ഇവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി ഹീൽ ചെയ്യാനായിട്ട് തുടങ്ങുന്നതാണ്. അതായത് ഈ ഒരു വഴി എനിക്ക് ശരിയല്ല, അല്ലെങ്കിൽ എനിക്കിത് വേണ്ട എന്നുള്ളത് ഒരു തിരിച്ചറിവ് ഇവർക്ക് തന്നെ ഫ്യൂച്ചറിൽ ഉണ്ടായിട്ട് ഇവരിത് ഹീൽ ചെയ്ത് ഇവരുടെ സെൽഫ് ലവ് ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു 80% ആൾക്കാരുടെയാണ് നമുക്കിവിടെ തിരിച്ചു വരാൻ പറ്റും, അല്ലെങ്കിൽ അവരതിലേക്ക് വരും. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലൈഫ്, ആ ഒരു 10 ഓഫ് കപ്സിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഡബിൾ എനർജി 2 ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 എനർജിയും കൂടി വരുന്ന റീഡിങ്സ് വളരെ കുറവായിട്ടേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ 2 എനർജിയും കൂടി വന്ന സ്ഥിതിക്ക്, അതായത് നമുക്കിവിടെ 2 ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുമ്പോൾ ഒന്ന് സൺ കാർഡും ഒന്ന് 5 ഓഫ് കപ്സുമാണ്, നിരാശയുടെ കാർഡാണ്. അപ്പോൾ നിരാശയാണെങ്കിൽ പോലും അതിന് ഈ ഒരു ഡെക്ക് പ്രകാരം ഒരു ഹീലിംഗ് പവറും കൂടിയുണ്ട്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അതിനി ആവർത്തിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഹീൽ ചെയ്യുന്നൊരു കാർഡും കൂടിയാണ്.
അപ്പോൾ ഇങ്ങനെ രണ്ടും ഇതും കൂടി വന്നതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുക്കാം. അപ്പോൾ നമുക്കൊരു കുറച്ചും കൂടി ഒരു കൺഫർമേഷൻ, ഒരു ക്ലാരിറ്റി കിട്ടുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും സിറ്റുവേഷൻ ഇങ്ങനെയാണോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. അല്ലാതെ വേറെ രീതിയിലുള്ള സിറ്റുവേഷൻ വന്ന് പക്ഷേ ക്ലൂസിൽ നിങ്ങളുടെ നെയിമിൻ്റെ ലെറ്ററോ അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളുടെ ബർത്ത് ഡേറ്റോ ഒക്കെ വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കരുതരുത്. നിങ്ങളുടെ സിറ്റുവേഷനും പിന്നെ അതേപോലെ ക്ലൂസും ഒക്കെ മാച്ചായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരു 80% റെസണേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലൂസും കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് നമ്പർ 22 ആണ്. അതുപോലെ ലെറ്റർ N, ലെറ്റർ T, നമ്പർ 21, നമ്പർ 29, Aquarius, ലെറ്റർ D, ലെറ്റർ P, നമ്പർ 6, ഡിസംബർ മന്ത്, Taurus, July month, letter X, number 27, letter K, letter C, number 13, June month, 16, letter A, നമ്പർ 2 ആൻഡ് ലെറ്റർ M. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ക്ലൂസ്. അപ്പോൾ ഞാനിവിടെ മെയിനായിട്ട് ക്ലൂസ് എടുക്കാൻ കാര്യം ഇവിടെ ഇങ്ങനെ രണ്ട് ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ ഈ ക്ലൂസൊക്കെ മാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് പറയുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഒരു റീകൺസിലിയേഷൻ ഒരു മിറാക്കിളായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഒരു പോസിബിളായിട്ടുള്ള ഒരു എനർജിയാണ് നമ്മൾ കൂടുതലും കാണുന്നത്. പിന്നെ ഞാൻ ആ 5 of Cups അതുപോലെ 4 of Swords, ജസ്റ്റിസ് ഒക്കെ വന്നത് കൊണ്ടാണ് ആ രണ്ടാമത്തെ ആ ഒരു എനർജിയും അവിടെ പറഞ്ഞത്. കാണുമ്പോൾ നമ്മളത് പറയണമല്ലോ. ആ കുറച്ചൊരു ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് പോകുന്ന അങ്ങനെ തന്നെയാണ് പിന്നെ അങ്ങോട്ട് ഫ്യൂച്ചർ പോകുന്ന വ്യക്തികളുടെ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ കമൻസിൽ എഴുതുക. ആ പോസിറ്റിവിറ്റി ക്ലെയിം ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷ് എന്താണോ അത് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മളുടെ അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണല്ലോ സാധിച്ചു കിട്ടുന്നത്. അപ്പോൾ പോസിറ്റീവ് മൈൻഡോട് കൂടി തന്നെ അതിലൊരു ഇടയ്ക്ക് പോലും ഇങ്ങനെ നിരാശപ്പെട്ട അല്ലെങ്കിൽ വേറെ രീതിയിൽ നിങ്ങൾ കാണരുത്. നിങ്ങൾക്കൊരു കാര്യം വേണം എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ മൈൻഡ് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ നിൽക്കരുത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ആ ഒരു കാര്യത്തിന് വേണ്ടി തന്നെ നിങ്ങൾ നടക്കുമെന്ന് തന്നെ വിചാരിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണോ, പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ, വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ, ആ ഒരു രീതിയിലേക്ക് തന്നെ പോവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.